കോതമംഗലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ യാതൊരുവിധ ചികിത്സാ സഹായവുമില്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്ന രോഗികളെ, നിർധനരായ ദരിദ്രരെ കണ്ടിട്ട് ഞങ്ങളുടെ സഭാസ്ഥാപകനായ മോൺസിഞ്ഞോർ ജോസഫ് സി പഞ്ഞിക്കാരൻ തന്റെ വേദപ്രചാര വേളയിൽ കോതമംഗലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയും അവിടെ വളരെയേറെ രോഗികൾ ചികിത്സാ സഹായം കിട്ടാതെ കഷ്ടപ്പെടുകയും വളരെയേറെ പേർ പ്രസവത്തോടുകൂടിയും മറ്റും മരിക്കുകയും ഇങ്ങനെയുള്ള സമയത്ത് അച്ഛന്റെ മനസ്സലിഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛൻ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ഒരു ആശുപത്രി തുടങ്ങുക എന്നത്. അതിനായി അച്ഛൻ കോതമംഗലത്ത് തങ്കളംകരയിൽ കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ ഒരു ഹോസ്പിറ്റൽ പണിയുന്നതിനായി വിദേശത്തു നിന്നും നാട്ടുകാരിൽ നിന്നും അരമനയിൽ നിന്നും എല്ലാം സഹായം സ്വീകരിച്ച് 1934 ആശുപത്രിയുടെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചു. രോഗികളെ പരിശോധിക്കുന്നതിനായി എറണാകുളത്തു നിന്നും അച്ഛൻ ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയും വളരെയേറെ രോഗികൾ കോതമംഗലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരികയും നല്ല രീതിയിൽ അവർക്ക് ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടുവരുന്നു. കാലക്രമേണ 2-3 വർഷം കൊണ്ട് ഡോക്ടേഴ്സിന്റെ വരവ് നിലച്ചു. രോഗികളെ ശുശ്രൂഷിക്കാൻ ആളില്ലാണ്ടായി. രോഗികളുടെ എണ്ണം കൂടി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഗത്യന്തരമില്ലാതായി. അച്ഛൻ തന്നെ മുറിവുകൾ വച്ചുകെട്ടുകയും രോഗികളെ കുളിപ്പിക്കുകയും അവിടെയുള്ള ആദിവാസി യുവാക്കളെയും വൃദ്ധജനങ്ങളെയും സ്ത്രീകളെയും എല്ലാം കൂട്ടി അവർക്ക് ശുശ്രൂഷ കൊടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ലാതിരുന്നതിനാൽ അച്ഛൻ ആശുപത്രിയുടെ നടത്തിപ്പിനായി സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നതിന് വളരെയേറെ പരിശ്രമിച്ചു. അത് കിട്ടാതെ വന്നപ്പോഴാണ് അച്ഛൻ ഒരു മഠം തുടങ്ങുന്നതിനെപ്പറ്റിയും സമർപ്പിതരായ ആളുകൾക്ക് മാത്രമേ ഈ ജോലി തുടർന്നുകൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ ഓർത്ത് അച്ഛൻ ധർമ്മഗിരി സഭ സ്ഥാപിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു. അന്ന് അച്ഛൻ തുടങ്ങിയ ആശുപത്രിക്ക് ധർമ്മഗിരി എന്ന നാമധേയം കൊടുക്കുകയും ധർമ്മഗിരിയുടെ അർത്ഥം ചാരിറ്റി മൗണ്ട് എന്ന അർത്ഥത്തിൽ അച്ഛൻ അതിന് നാമധേയം കൊടുക്കുകയും ചെയ്തു. ഈ നാമം തന്നെയാണ് അച്ഛൻ തുടങ്ങിവെച്ച ധർമ്മഗിരി സിസ്റ്റേഴ്സിന്റെ സഭയ്ക്കും അച്ഛൻ നൽകിയത്. 1946 സ്ഥാപിതമായ ധർമ്മഗിരി സന്യാസ സമൂഹത്തിന് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് എന്ന നാമം കൊടുക്കുകയും MSK സിസ്റ്റേഴ്സ് എന്ന ചുരുക്കപ്പേരിൽ അവരറിയപ്പെടുകയും ചെയ്യുന്നു. വെൽക്കം ടു ഹീലിംഗ് ടച്ച്. ഞാൻ ഡോക്ടർ ജോസഫ് ഇ മാത്യു, ധർമ്മഗിരി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് അഥവാ എല്ലുകൾക്കുള്ള ബലക്ഷയവും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ്. ഓസ്റ്റിയോപൊറോസിസിനെ വേണമെങ്കിൽ നമുക്കൊരു സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാം. കാരണം തുടക്കത്തിൽ ഇത് ഒരു രോഗലക്ഷണങ്ങളും കാണിക്കാറില്ല. മിക്കവാറും രോഗികൾ അത് മൂർച്ഛിച്ച ശേഷം ഒരു ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് ഒന്നുകിൽ ഡോക്ടറെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാനാകുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം ലോകാരോഗ്യ സംഘടന മനുഷ്യരെ ഈ രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി എല്ലാ കൊല്ലവും ഒക്ടോബർ 20 വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയി ആഘോഷിക്കുന്നു. എല്ലാ കൊല്ലവും ഒരു തീം ഉണ്ടാക്കുകയും അതേ തുടർന്ന് ഒരു വർഷം നീളുന്ന കാര്യപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഓസ്റ്റിയോപൊറോസിസ് എന്ന വാക്കിന്റെ അർത്ഥം പോറസ് ബോൺ. ഓസ്റ്റിയം മീൻസ് ബോൺ, പോറസ് മീൻസ് സ്പോഞ്ചി, അതായത് സുഷിരങ്ങളുള്ള അസ്ഥി. എല്ലിന്റെ ഘടന നോക്കിയാൽ അത് മെയിൻ ആയിട്ട് ഒരു പ്രോട്ടീൻ പാർട്ടും അതായത് കൊളാജനും ഒരു മിനറൽ പാർട്ടും അതായത് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന മിശ്രിതവുമാണ്.
എല്ലിന്റെ ഘടനയെ വേണമെങ്കിൽ ഒരു കോൺക്രീറ്റുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ്. കോൺക്രീറ്റിനകത്തെ കമ്പികൾ പോലെ കൊളാജൻ ഫൈബേഴ്സും അതിനകത്ത് ഉപയോഗിക്കുന്ന സിമെന്റിന് പകരമായി കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റും കരുതാവുന്നതാണ്. സിമെന്റിന്റെ അളവ് കുറയുമ്പോൾ അതിന് ബലക്ഷയം ഉണ്ടാവുകയും അതിന് പൊട്ടൽ സംഭവിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അസ്ഥികൾക്ക് കാൽസ്യം കണ്ടന്റ് കുറയുമ്പോൾ അതിന് ബലക്ഷയവും പൊട്ടലും സംഭവിക്കാവുന്നതാണ്. ഓസ്റ്റിയോപോറോസിസിനെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് അഥവാ സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ്. പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് തന്നെ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസും സെനൈൽ ഓസ്റ്റിയോപോറോസിസും. പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന ബലക്ഷയത്തിനാണ് പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവിൽ കുറവുണ്ടാകുന്നതുകൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്. സെനൈൽ ഓസ്റ്റിയോപോറോസിസ് എന്നാൽ ഏകദേശം 70 മുകളിലുള്ള എല്ലാ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന എല്ലിന്റെ ബലക്ഷയത്തിനാണ് സെനൈൽ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. പ്രായം കൂടുന്നതനുസരിച്ച് എല്ലുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് കുറയുന്നു, കിഡ്നിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കാനുള്ള കഴിവുകൾ കുറയുന്നു, കാൽസ്യം അബ്സോർപ്ഷൻ കുറയുന്നു എന്നീ പല കാരണങ്ങൾ കൊണ്ടാണ്. സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ സെക്കൻഡറി ടു അതർ കോസസ്, അതായത് മറ്റു പല രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഡ്രഗിന്റെ ഓവർ യൂസ് കൊണ്ടോ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ക്യാൻസർ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഡ്രഗ്സിന് എക്സാമ്പിളായിട്ട് കീമോതെറാപ്പി, കൺവൾഷൻ, ആന്റി കൺവൾസൻസ്, ഹെപ്പാരിൻ മുതലായവ അതിന് ഉദാഹരണങ്ങളാണ്. ഓസ്റ്റിയോപോറോസിസിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഏജ്. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ ഏകദേശം 70-നടുത്താണ്. അതായത് ഏജിംഗ് പോപ്പുലേഷൻ കൂടുന്നു. ഏജിംഗ് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഓസ്റ്റിയോപോറോസിസിന്റെ അളവ് കൂടുന്നു. സെക്സ്, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ ഓസ്റ്റിയോപോറോസിസ് കണ്ടുവരുന്നത്. പിന്നെ റേസ്, അതായത് വൈറ്റ് ഏഷ്യൻസിലാണ് കൂടുതൽ ഓസ്റ്റിയോപോറോസിസ് കണ്ടുവരുന്നത്. ലോ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് കുറവുള്ളവരിൽ ഓസ്റ്റിയോപോറോസിസ് കൂടുതലായി കണ്ടുവരുന്നു. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓസ്റ്റിയോപോറോസിസ്, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെങ്കിൽ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് എനി ഫ്രാക്ചേഴ്സ്, അതായത് മുൻകാലങ്ങളിൽ എന്തെങ്കിലും ഫ്രാക്ചറോ ഒടിവോ ഇമ്മൊബിലൈസേഷനോ ഉണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിസിന് കാരണമാവുന്നതാണ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ ഹോർമോണൽ ലെവൽസ്, അതായത് പുരുഷ ഹോർമോണും സ്ത്രീകൾക്കുള്ള ഹോർമോണും കുറയുമ്പോൾ ഈസ്ട്രജന്റെയും ടെസ്റ്റോസ്റ്ററോണിന്റെയും അളവ് കുറവാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് വരാം. ലോ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ഇൻടേക്ക്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് വ്യായാമമില്ലാത്ത അവസ്ഥ, അമിത മദ്യപാനം, പുകവലി, ചില പാനീയങ്ങളുടെ അമിത ഉപയോഗം, എക്സാമ്പിൾ കഫീൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചില രോഗ കാരണങ്ങൾ, അതായത് ഉദരസംബന്ധമായ രോഗങ്ങൾ, ഡയബറ്റിസ്, തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ ഓസ്റ്റിയോപോറോസിസിന് കാരണമാകാറുണ്ട്. രോഗനിർണയത്തിലേക്ക് വരികയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു സൈലന്റ് കില്ലറാണ്. കാരണം തുടക്കത്തിൽ ഒരു രോഗലക്ഷണങ്ങളും ഇത് കാണിക്കാറില്ല. മിക്കവാറും ഒരു ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ ഉണ്ടായതിനു ശേഷമായിരിക്കും രോഗി ഡോക്ടറെ സമീപിക്കുന്നത്. ഇത് കൂടുതലായും ഇടുപ്പല്ല്, നട്ടെല്ല്, തോളെല്ല്, റിസ്റ്റിനുണ്ടാകുന്ന എന്നീ സ്ഥലങ്ങളിലാണ് പൊട്ടലുണ്ടാകാൻ സാധ്യത കൂടുതൽ.
ഓസ്റ്റിയോപോറോസിസ് മൂലമുണ്ടാകുന്ന പൊട്ടലുകൾ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മിക്കവാറും സർജറി കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. ഇതേ തുടർന്ന് രോഗിക്കുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുകളും മൂലം മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഓസ്റ്റിയോപോറോസിസിന് ഉള്ള പരിശോധനകളിൽ പ്രധാനമായും ബ്ലഡ് ടെസ്റ്റുകൾ, സാധാരണ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾക്ക് പുറമെ കാൽസ്യം, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ഫോസ്ഫറസ് എന്നീ ടെസ്റ്റുകളും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളും ഹോർമോണൽ അസേ എന്നിവ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് പ്ലെയിൻ എക്സ്റേ. പ്ലെയിൻ എക്സ്റേ സാധാരണ രീതിയിലുള്ള എക്സ്റേ. അതിൽ ഓസ്റ്റിയോപോറോസിസിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഏകദേശം 30% ബോൺ ലോസ് ഉണ്ടായതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു രോഗനിർണയത്തിന് അധികം ഹെൽപ്പ് ചെയ്യുന്നതല്ല. പിന്നെയുള്ളത് ബോൺ മിനറൽ ഡെൻസിറ്റോമെട്രി, അതായത് അസ്ഥിയിലുള്ള കാൽസ്യം കണ്ടന്റിന്റെ ഡെൻസിറ്റി പരിശോധിക്കുന്നതാണ്. ഇതിനുപയോഗിക്കുന്നത് ഡെക്സാ സ്കാൻ, ക്വാണ്ടിറ്റേറ്റീവ് CT സ്കാൻ, ക്വാണ്ടിറ്റേറ്റീവ് അൾട്രാസൗണ്ട് എന്നിവയാണ്. ഇതിൽ പ്രധാനമായും ഡെക്സാ സ്കാൻ അഥവാ ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷ്യോമെട്രി എന്ന പരിശോധനയാണ്. ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡായി WHO കരുതിയിരിക്കുന്നത്. ഇത് ഒരു രോഗിയുടെ ബോണിലുള്ള മിനറൽ കണ്ടന്റും ആവറേജ് നോർമൽ അഡൽട്ടിന്റെ മിനറൽ കണ്ടന്റും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. അതായത് ഒരു T സ്കോർ വാല്യൂ വരുന്നു. WHO സ്റ്റാൻഡേർഡ് അനുസരിച്ച് T സ്കോർ -1 മുകളിലാണെങ്കിൽ അത് നോർമലും, -1 -2.5 ഇടയിലാണെങ്കിൽ അത് ഓസ്റ്റിയോപീനിയ അഥവാ ലോ ബോൺ മാസ് എന്നും, -2.5 താഴെയാണെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിസ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഫ്രാക്ചർ കൂടി ഉണ്ടെങ്കിൽ സിവിയർ ഓസ്റ്റിയോപോറോസിസ് എന്നും തരംതിരിച്ചിരിക്കുന്നു. കൂടാതെ ഡെക്സാ സ്കാൻ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. യൂഷ്വലി 65 മുകളിൽ പ്രായമുള്ള സ്ത്രീകളിലും 70 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലും ഇതൊരു സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ 50-നും 70-നും ഇടയ്ക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിലും ഇതൊരു സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റു പരിശോധനകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRI സ്കാൻ, ബോൺ ടേൺ ഓവർ മാർക്കേഴ്സ് എന്നിവയും ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പോളിസിയാണ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് വ്യായാമം ഒരു ശീലമാക്കുക. വ്യായാമം കൊണ്ട് ബോൺ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യാം. ചെറുപ്പക്കാരിൽ വ്യായാമം ഒരു ശീലമാക്കുന്നതാണ് ബുദ്ധി. കാരണം ഏകദേശം 30-നും 32-നും ഇടയ്ക്കാണ് പീക്ക് ബോൺ മാസ് അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിലെ വ്യായാമം ഒരു ശീലമാക്കുക. കൂടാതെ നമ്മുടെ ആഹാര രീതിയിൽ വൈറ്റമിൻ ഡിയും കാൽസ്യവും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് പച്ചിലക്കറികൾ, ഫിഷ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ കാൽസ്യവും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള മരുന്നുകൾ. റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട്സിൽ ഏകദേശം 600 മില്ലിഗ്രാം പെർ ഡേയും, മുലയൂട്ടുന്നവരിലും ഗർഭിണികളിലും ഏകദേശം 1200 മില്ലിഗ്രാം പെർ ഡേയും, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഏകദേശം 800 മില്ലിഗ്രാം പെർ ഡേയുമാണ് കാൽസ്യത്തിന്റെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആണെങ്കിൽ 1500 മുതൽ 2000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വരെയാണ് ഡെയിലി റെക്കമെൻഡഡ് ഡോസ്. വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യകിരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഏകദേശം 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സൂര്യതാപം ഏകദേശം 30 മിനിറ്റോളം ഡെയിലി കൊള്ളുന്നത് നല്ലതാണ്. ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അമിത മദ്യപാനം, പുകവലി എന്നിവയുണ്ടെങ്കിൽ അത് നിർത്തുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എക്സസീവ് കഫീൻ യൂസ് അതൊക്കെ കുറയ്ക്കുക. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഓൾഡ് ഏജിൽ അവർ വീഴാതെ ശ്രദ്ധിക്കുക. അതിനുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമുക്ക്
പ്രിവെൻഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുക. 50 വയസ്സിന് മുകളിൽ എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഡെക്സാ സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുവാനോ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളതോ ആയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുവാൻ സ്ക്രീനിങ് ടെസ്റ്റ് സഹായിക്കുന്നതാണ്. വൺസ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മെഡിക്കൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതിനുള്ള മെഡിസിൻസ് പലതരത്തിലുള്ളതുണ്ട്. ആന്റി റിസോപ്റ്റീവ് ഏജന്റ്സ് ആയിട്ടുള്ള ബിസ്ഫോസ്ഫോണേറ്റ്സ്, സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ്, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ടിബലോൺ, ഡെനോസുമാബ്, കാൽസിറ്റോണിൻ, പിന്നെ അനബോളിക് തെറാപ്പീസ് ആയിട്ട് ടെറിപാരറ്റൈഡ്, സ്ട്രോൺഷ്യം റാനലേറ്റ് എന്നിവ ആണ്. ഈ മരുന്നുകൾക്കെല്ലാം സൈഡ് എഫക്ട്സ് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് തീർച്ചയായും ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ വേണം. ചുരുക്കി പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്നത് ഈ ദശകത്തിൽ കാണുന്ന വളരെ സാധാരണമായ ഒരു രോഗമാണ്. അതൊരു സൈലന്റ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ 50 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അഥവാ ഡെക്സാ സ്കാൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിൽ ഉണ്ടാകുന്ന ചെറിയ സിംറ്റംസ്, അതായത് നടുവേദന, എല്ലിന്റെ വേദന, അതിനൊക്കെ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ തേടുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ഒരു ഓസ്റ്റിയോപൊറോസിസിന്റെ തുടക്കം മാത്രമായിരിക്കും. അതുപോലെ തന്നെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. വ്യായാമം ഒരു ശീലമാക്കുക. ചെറുപ്പത്തിലേ അതൊരു ശീലമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിത മദ്യപാനം, പുകവലി എന്നിവ നിർത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കഫീൻ എന്നിവയുടെ അമിത ഉപയോഗം നിർത്തുക. നമ്മുടെ ആഹാരത്തിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിനുശേഷം ഓസ്റ്റിയോപൊറോസിസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മെഡിക്കൽ തെറാപ്പി ഡോക്ടറുടെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് പ്രൈമറി ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് ബ്രീഫായിട്ടുള്ള ഒരു വിവരണമാണ്. എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. ആയിരത്തി 1953 ധർമ്മഗിരിയിലുണ്ടായിരുന്ന ചെറിയ ഡിസ്പെൻസറി കോതമംഗലത്ത് ചെറിയ പള്ളി താഴത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് കാണുന്ന കോതമംഗലം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ അഥവാ ധർമ്മഗിരി പഞ്ഞിക്കാരനച്ചൻ തങ്കളത്ത് തുടങ്ങിയ ധർമ്മഗിരിയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. കിടക്കുകളും ഏകദേശം 300 സ്റ്റാഫ് അംഗങ്ങളും 35 ഡോക്ടർമാരും മറ്റ് ജോലിക്കാരുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്റർവെൻഷണൽ കാർഡിയോളജി, യൂറോളജി, നെഫ്രോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ന്യൂറോളജി എന്നീ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിച്ചു വരുന്നു. കോളേജ് ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, എക്സ്റേ ടെക്നോളജി, BSS കോഴ്സസ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം പുതുതായി ആരംഭിച്ചിരിക്കുന്ന ധർമ്മഗിരി ഹാർട്ട് കെയർ സെന്ററും ധർമ്മഗിരി കിഡ്നി കെയർ സെന്ററും നല്ല രീതിയിൽ രോഗികൾക്ക് സഹായം ചെയ്തു വരുന്നു.